മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ശരണ്യ നൽകും. അത് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പറന്ന സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുറ്റസമ്മതമുണ്ടായിരിക്കുന്നു. ചികിത്സാ പിഴവ് ആരോഗ്യ വകുപ്പ് സമ്മതിച്ചിരിക്കുകയാണ്. ശരണ്യ തന്നെ വിവരങ്ങൾ നൽകും. ശരണ്യ, ഈ ഗൈനക്കോളജിസ്റ്റുകൾക്ക് 2 ഗൈനക്കോളജിസ്റ്റുകളാണ് ഈ സ്ത്രീയെ നോക്കിയത്. അവർക്ക് 2 പേർക്കും വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണോ ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ? അതെ ശ്രീജ, അതായത് എല്ലാവരെയും വളരെയധികം ദുഃഖത്തിലാക്കിയ സംഭവമായിരുന്നു. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ്. ആ കുഞ്ഞിന് ആദ്യഘട്ടത്തിൽ തന്നെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയ ചികിത്സ, സ്കാനിംഗ് സെന്ററുകളിൽ ഉണ്ടായ പിഴവുകൾ ഒക്കെ ഈ കുട്ടിയുടെ അംഗവൈകല്യം ഈ ഗർഭാവസ്ഥ കഴിഞ്ഞ് പ്രസവത്തിലേക്ക് എത്തുന്ന ഘട്ടം വരെയും കണ്ടെത്താനായി ആശുപത്രിയിലെ അധികൃതർക്കോ ഒപ്പം തന്നെ ഈ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾക്കോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളോട് കൂടിയ, നമുക്ക് പറഞ്ഞു വിവരിക്കാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടുകളോട് കൂടിയാണ് ആ കുഞ്ഞ് അന്ന് ജനിച്ചു വീണത്. അന്ന് മുതൽ അച്ഛനും അമ്മയും ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രികൾ കയറിയിറങ്ങിയാണ്. ഒരു ഡ്രൈവിംഗ് തൊഴിലാളിയായ വ്യക്തിയുടെ, അനീഷിന്റെ മകനാണ് ഈ കുട്ടി. പിന്നീട് ഇപ്പോൾ SATയിൽ ദീർഘമായ ചികിത്സയ്ക്ക് ശേഷം അതായത് 50 ദിവസത്തോളമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഈ കുട്ടിയുടെ ചികിത്സയായിരുന്നു. ആരോഗ്യവകുപ്പ് ചികിത്സ ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് വന്ന അന്വേഷണ റിപ്പോർട്ട്, അതായത് ഈ നവംബറിന് ശേഷം വന്ന ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ, അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ നിന്ന് ഈ വിഷയങ്ങൾ വിശദമായി അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ അത് അടച്ചിട്ടുകൊണ്ടുള്ള പ്രാഥമികമായ നടപടികൾ ഉണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ചികിത്സാ പിഴവ്, അതായത് ഒരു ഘട്ടത്തിൽ പോലും ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത ഡോക്ടർമാർക്കുണ്ടായ ചികിത്സാ പിഴവിനെ സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ. അതിനകത്താണ് ഇപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ദീർഘകാലത്തിന് ശേഷം, അതായത് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കുടുംബം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അനീഷും സുറുമിയും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ദയനീയ സാഹചര്യം കാണിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തപാൽ മാർഗം അവർക്ക് ലഭ്യമായിട്ടുള്ളത്. റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ചികിത്സാ പിഴവ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ടിൽ തുറന്ന് സംഭവിക്കുന്നു. ഇവരെ ചികിത്സിച്ച് ആദ്യത്തെ 3 മാസം ചികിത്സ നൽകിയ ഡോക്ടർ ഷേർലി അടക്കമുള്ള ആളുകൾ, ഒപ്പം ഡോക്ടർ പുഷ്പ, അവരാണ് ആദ്യത്തെ 3 മാസം ഈ കുട്ടിയുടെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചിരുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതിരുന്ന ഡോക്ടർ പുഷ്പ, ഒപ്പം തന്നെ തുടർ ചികിത്സ നൽകിയ ഡോക്ടർ ഷേർലി എന്നിവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട്. ശരി, അപകട സാധ്യത അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. 2 ഗൈനക്കോളജിസ്റ്റുകളുടെ പരിശോധനയിലും ഈ കുട്ടിക്ക് വൈകല്യങ്ങൾ ഉള്ളതായി കണ്ടെത്തിയില്ല. ഒരു ഗർഭിണി എന്ന നിലയിൽ അവർക്ക് മുൻകരുതൽ നൽകുന്നതിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്ന റിപ്പോർട്ട് ഒടുവിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ആ മാതാപിതാക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. ആ കുഞ്ഞ് ജനിച്ച അന്നു മുതൽ ആശുപത്രി കയറി ഇറങ്ങുകയാണ്. 2 യുവാക്കൾ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ കുടുംബമുള്ളത്. ആ സാഹചര്യത്തിലാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ റിപ്പോർട്ട് ശ്രദ്ധേയമാവുന്നത്. ഇനി ഏത് രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റും സർക്കാരിന് എന്നതാണ് അറിയേണ്ടത്. ശരണ്യ തുടക്കം മുതൽ തന്നെ ഈ സംഭവങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ്. അതിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ശരണ്യ നൽകിയത്.